അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ പ്രസിദ്ധമായിട്ടുള്ള എളമരം യത്തീംഖാനയുടെ മക്കളുടെ നിക്കാഹ് എന്ന പേരിട്ടുകൊണ്ട് ഈ സ്ഥാപനം സർവ്വസാധാരണമായി നടത്തി വരാറുള്ള കുട്ടികളുടെ നിക്കാഹ് ചടങ്ങ് ഈ വരുന്ന മെയ് 7-ാം തീയതി അതിവിപുലമായി യത്തീംഖാനയുടെ ഈ അങ്കണത്തിൽ വെച്ച് അതിവിപുലമായി നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ, പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ മഹത് വ്യക്തിത്വങ്ങൾ, നാട്ടിലെ പൗരപ്രമുഖരും വളരെ പ്രശസ്തരുമായിട്ടുള്ള പ്രമുഖ ആളുകളൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുകയാണ്. 56 വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ നിലനിന്നു പോരുകയാണ്. എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ സാധാരണയായി വിവാഹം വരുന്ന സമയത്ത് അവരെ സാമ്പത്തികമായി ചെറിയ സഹായിക്കുക എന്നല്ലാതെ അതിവിപുലമായി ഇങ്ങനെ പൂർണ്ണമായ ചെലവ്, ഒരു കല്യാണത്തിന് എന്തൊക്കെ ചെലവ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുക എന്നുള്ള നിലക്കാണ് ഈ മെയ് 7-ാം തീയതി 2 കുട്ടികളുടെ വിവാഹ ചടങ്ങ് നടക്കുന്നത്. ആ 2 കുട്ടികൾ ഇവിടെ LKG മുതൽക്ക് പഠിച്ചിറങ്ങി വിവാഹപ്രായം വരെ അവരെ നോക്കി ഒരു രക്ഷിതാക്കളുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ സ്ഥാപനത്തിൽ നിർത്തി അവരെ പഠിപ്പിച്ചിറക്കി വിവാഹം കഴിച്ചിറക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മെയ് 7-ാം തീയതി നടക്കുന്നത്. ഈ 2 കുട്ടികളുടെ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഈ സമീപ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ സമീപ ജില്ലയിലടക്കമുള്ള ആളുകൾ, നിരവധിയായ ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിച്ചുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ ചടങ്ങിലേക്ക് നമ്മളൊരാളെയും ക്ഷണിച്ചിട്ടില്ല എന്നോ എന്നെ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടില്ല എന്നൊന്നും പരിഭവമൊന്നും ആർക്കും ഉണ്ടാവരുത്. നമ്മുടെ സ്ഥാപനം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് എന്ന നിലയിൽ തന്നെ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ആ ചടങ്ങ് ധന്യമാക്കുക. അതോടൊപ്പം വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ വീട്ടിലുണ്ടാകുന്ന ഒരു വിവാഹ ചടങ്ങിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ കഴിയാവുന്ന സഹായങ്ങൾ എല്ലാവരും അറിയാതെ തന്നെ ഇവിടെ സഹായിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണം നൽകുന്നതും ഇവിടുത്തെ ദൈനംദിന ചെലവ് വഹിക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യാം. 100 ചില്ലാനം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. യത്തീം കുട്ടികളായിട്ടുള്ള കുട്ടികൾ 60ഓളം കുട്ടികൾ അതുമുണ്ട്. അതൊക്കെ അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യത്തീംഖാനയുടെ പൊന്നാര മക്കളുടെ ഈ വിവാഹ ചടങ്ങിൽ നിങ്ങൾ നേരത്തെ എത്തിച്ചേർന്ന് എല്ലാവിധ സഹായം, ശാരീരികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങ് പോലെ നിങ്ങൾ എല്ലാവരും ക്ഷണിക്കേണ്ടതുണ്ട്. ആ ക്ഷണമൊക്കെ നിങ്ങളൊക്കെ നടത്തി നമ്മളും യത്തീംഖാനയുടെ ഭാരവാഹികളും പിന്നെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തകരുമായി മാറി ഈ ചടങ്ങ് ധന്യമാക്കണം എന്ന് വിനീതമായി നിങ്ങൾ എല്ലാവരോടും ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ളക്ക് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പരിപാടി മെയ് 7-ാം തീയതി പരിപാടി ഗംഭീര വിജയമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.